കേരളത്തിലേക്ക് വലിയൊരു ബൃഹത്തായ പദ്ധതിയും ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടി വരികയാണ്. അത് 10,000 കോടി രൂപയുടെ പദ്ധതിയാണ്. $1 ബില്യൺ പദ്ധതിയാണ്. മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ അത് വലിയ തോതിൽ നിങ്ങളുടെ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ കാരണം അതിൻ്റെ പിന്നിൽ ചില ദുരൂഹതകളുണ്ട്, ചില നമുക്കറിയാത്ത ചില താല്പര്യങ്ങളും ഇടപാടുകളുമുണ്ട് എന്ന് പറയുന്ന സംശയം കൂടി ആളുകളിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ആദ്യം അത് മുഖ്യമന്ത്രി തന്നെ സ്ഥിരീകരിച്ചിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ബ്ലൂംബർഗ് എന്ന് പറയുന്നത് അവരൊരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടുകൾക്കൊക്കെ ഡാറ്റയും നിരവധി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വലിയ കമ്പനിയാണ്. അവർ പല ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ സൂക്ഷ്മമായിട്ടുള്ള റിപ്പോർട്ടുകൾ ചെയ്യുന്ന ഒരു മീഡിയ കമ്പനി കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കമ്പനിക്ക് അവർ ഇൻ്റർവ്യൂ കൊടുക്കുകയും ആ ഇൻ്റർവ്യൂവിൽ ടാറ്റയുടെ $1 ബില്യൺ ഏതാണ്ട് 9,500 കോടി രൂപയുടെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളത് കൂടി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രി ഇത് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഇതേതാണെങ്കിലും 57 ദിവസം കൊണ്ട് വന്നിട്ടുള്ളൊരു പദ്ധതിയല്ല. മുൻകൂട്ടി തന്നെ അവർ തീരുമാനിച്ചിരുന്നു ഇത്തരത്തിലുള്ളൊരു പദ്ധതിയുമായി സഹകരിക്കാൻ. അതിനുവേണ്ടി ഇനി വരാനിരിക്കുന്ന ഒരു ഭരണകൂടവുമൊക്കെ ആയിട്ട് അവർ നിരവധി തവണ ഇതിനു മുമ്പ് തന്നെ അദാനിയുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ബെക്കാഡിയുമായിട്ടൊക്കെ ചർച്ച നടത്തിയെന്ന ആരോപണമുള്ളതുപോലെ ചർച്ച നടത്തിയിട്ടുണ്ടാകാം. കാരണം ഇത്തരത്തിൽ വളരെ സുഖകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കൂടി ഈ പറയുന്ന ബിസിനസ് ഗ്രൂപ്പുകളൊക്കെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ്. ടാറ്റയുടെ ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ്. ടാറ്റയ്ക്ക് ഇപ്പോൾ ഏതാണ്ട് 100-നടുത്തുള്ള കമ്പനികളുണ്ട്. 95-ലധികം വരുന്ന കമ്പനികളുണ്ട് അവർക്ക്. ആ കമ്പനികളിൽ അവർക്ക് പലതരത്തിലുള്ള കമ്പനികളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ക്ലോത്തിങ് ബ്രാൻഡ് ആയിട്ടുള്ള സുതിയോ മുതൽ ടാറ്റയുടെ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. അതുപോലെ തന്നെ നിരവധി ടാറ്റ സ്റ്റീലുണ്ട്. അവരുടെ ഏറ്റവും വലിയ കോർ ബിസിനസ് എന്ന് പറയുന്ന 65% റവന്യൂ കിട്ടുന്നത് TCS എന്ന് പറയുന്ന ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആണ്. അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനി എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ ഇങ്ങോട്ട് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വരുന്നു, അല്ലെങ്കിൽ അദാനി വരുന്നു വിഴിഞ്ഞത്തേക്ക് എന്നൊക്കെ പറയുമ്പോൾ പോലും അതിന് വലിയ പ്രത്യേകതകളില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ തന്നെ ഇപ്പോൾ എണ്ണൂറിലെ പോർട്ടും അതുപോലെ മുദ്ര പോർട്ടുമൊക്കെ നമുക്കറിയാം അദാനിയും ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയും ഒക്കെ ആയിട്ട് പാർട്ണർഷിപ്പിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. കൂടാതെ തൂത്തുക്കുടിയിലെ ഒക്കെ തന്നെ ഒരു ടെർമിനൽ ഇവരാണ് കൈകാര്യം ചെയ്യുന്നത്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയാണ്. 100-ലധികം ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ അവർക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ സബ്സിഡിയറി ആയിട്ടുള്ള കമ്പനിക്കൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതേപോലെ അവർക്ക് എക്സ്പെർട്ടൈസുള്ള ഒരു മേഖലയിൽ വേറൊരു കാര്യം കൂടി തുടങ്ങുന്നു എന്നുള്ളത് പോലെ അല്ല ടാറ്റയുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ടാറ്റയ്ക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലവിലൊരു ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ കമ്പനിയില്ല. അപ്പോൾ ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ കമ്പനി ഇല്ലാത്ത ടാറ്റ ഒരു പുതിയ വേർട്ടിക്കലിലേക്ക്, പുതിയൊരു ബിസിനസ് ഇൻഡസ്ട്രിയിലേക്ക് അവർ കടക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം, ടാറ്റയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കടക്കുന്നുണ്ടെങ്കിൽ 100% ഉറപ്പാണ് അവർ വലിയൊരു എക്സ്പേർട്ടുകളെ വെച്ചിട്ട് ആ മേഖലയിലെ ഒരു വലിയ സാധ്യതകളെക്കുറിച്ചും അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായ ഫ്യൂച്ചർ ഗ്രോത്തിനെ കുറിച്ചും അത് കേരളത്തിലേക്ക് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കാവുന്ന വലിയ സാധ്യതകളെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായിട്ടുള്ള പഠനം നടത്തിയിട്ടുണ്ടാവും. ആ വിശദമായിട്ടുള്ള പഠനം നടത്തിയെങ്കിൽ അത് ഉറപ്പായിട്ടും ഈ 57-58 ദിവസത്തെ പഠനം, അല്ലെങ്കിൽ 60-59 ദിവസത്തെ പഠനമായിരിക്കില്ല. ഇപ്പോൾ 60 ദിവസത്തേക്ക് കഴിഞ്ഞ മുമ്പത്തെ മാസം 18-ാം തീയതിയാണ് വി ഡി സതീശൻ അധികാരം ഏറ്റെടുത്തത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ 18-ാം തീയതി 2 മാസം തികയാറായിരിക്കുന്നു. ഈ 2 മാസം തികയുമ്പോൾ ഞാൻ എൻ്റെ പോഡ്കാസ്റ്റിലൂടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, BCC വിത്ത് രതീഷ് ചക്രവാണി എന്ന് പറയുന്ന നമ്മുടെ പുതിയ ചാനലിലെ പോഡ്കാസ്റ്റിലൂടെ തന്നെ ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽഡായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിൽ വലിയ ബിസിനസ് ഗ്രൂപ്പുകൾക്ക് കേരളത്തിൻ്റെ തീരങ്ങളിൽ വലിയ താല്പര്യങ്ങളുണ്ട് എന്നുള്ളതും ആ താല്പര്യങ്ങൾ കൊണ്ടാണ് അത്തരത്തിലുള്ളൊരു ബിസിനസ് പ്രൊജക്റ്റ് തന്നെ വി ഡി സതീശന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ പോർട്ട് സിറ്റി എന്ന് പറയുന്നതും കേരളത്തിൽ ഒരു പോർട്ട് സിറ്റി ആക്കുന്നതിനെക്കുറിച്ചൊക്കെ വലിയ ഡ്രീം പ്രൊജക്റ്റ് അവതരിപ്പിക്കുന്നത്. അല്ലാതെ വി ഡി സതീശനെ പോലെ ലോ പഠിച്ചിട്ടുള്ള ഒരാൾ, അദ്ദേഹം പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ട് മാത്രം വന്നിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ അല്ല. എനിക്ക് 100% ഉറപ്പാണ്, ഏതൊരു ബിസിനസ് കൺസൾട്ടൻറ്റിന് മനസ്സിലാവും ഇത് വളരെ വിശദമായി പഠിച്ച് ഗംഭീരമായി പഠിച്ച് ആരോ വി ഡി സതീശന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. കാരണം കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നു. ആ ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നതിന് പണികൾ ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള കോർപ്പറേറ്റുകളുടെ സഹായം കൂടി ഉണ്ടായിട്ടുണ്ട്. ആ സഹായം കൂടി ഉള്ളത് കൊണ്ടാണ് നിരവധി മാധ്യമ സ്ഥാപനങ്ങളൊക്കെ തന്നെ പിണറായി വിജയനെ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനുമൊക്കെ തന്നെ വളരെ കുറ്റപ്പെടുത്തുകയും ഒരു ഇമേജ്
ടാർണിഷ് ചെയ്യാനുമുള്ള നിരവധി ശ്രമങ്ങൾ നടത്തിയത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അവരുടെയൊക്കെ പിൻബലത്തിൽ കൂടിയാണ്, ഹൈക്കമാൻഡിൻ്റെ പിൻബലമില്ലാതിരുന്നിട്ടും അതുപോലെ പാർലമെൻ്ററി പാർട്ടിയിൽ വലിയ ഭൂരിപക്ഷമെന്നല്ല നാമമാത്രമായ പിന്തുണ പോലും ഇല്ലാതിരുന്നിട്ടും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായത് എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം യഥാർത്ഥത്തിൽ ധനവും നിയമവും തുറമുഖവും ഒക്കെ കയ്യിൽ വെച്ചതും കൂടാതെ നമുക്കറിയാം മുസ്ലിം ലീഗിന് ഫിഷറീസ് എന്ന് പറയുന്ന വകുപ്പ് കൊടുത്തതുമൊക്കെ ബന്ധപ്പെട്ട് നോക്കിയാൽ അതിൻ്റെ പിന്നിലുള്ള വലിയ പ്രൊജക്റ്റുകൾക്കാണ്. ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും പിന്നിൽ ഈ 4 വകുപ്പുകളും ബന്ധപ്പെടുന്ന ഒരു ഇക്കോണമി എന്ന് പറയുന്നത് ലോകം മുഴുവൻ ബ്ലൂ ഇക്കോണമി എന്ന് വിളിക്കുന്ന അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ് താല്പര്യങ്ങളാണ്. ആ ബിസിനസ് താല്പര്യങ്ങളിലേക്ക് കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വൻകിട ബിസിനസ് ഗ്രൂപ്പുകളെല്ലാം കൂടി പല കാര്യങ്ങളിലും ഒരു ഐക്യമുണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആ ഐക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില മേഖലകൾ അവർ പങ്കിട്ടെടുക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കാം ഒരുപക്ഷെ ടാറ്റ വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ടാറ്റ വരാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ $1 ബില്യൺ അവർ ഇതേവരെ ഇല്ലാത്ത പുതിയൊരു ബിസിനസ് അത് കേരളത്തിലേക്ക് തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അത് മുൻകൂട്ടിയുള്ള ധാരണകൾ പ്രകാരമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇക്കണോമിക് ടൈംസിലും അതുപോലെ തന്നെ മറ്റു പല ബ്ലൂംബർഗിലുമൊക്കെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിലുമൊക്കെ തന്നെ നിരവധി വാർത്തകൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ ഇതുമായി ചേർത്ത് നിങ്ങൾ വായിക്കേണ്ട മറ്റു ചില വാർത്തകൾ കൂടിയുണ്ട്. അത് അദാനി 30,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ബ്ലൂ ഇക്കോണമിയിലേക്ക് നടത്താൻ പോകുന്നു എന്ന് പറയുന്നു. കൂടാതെ അദ്ദേഹം ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് 1.5 ലക്ഷം രൂപയുടെ ആയുധ നിർമ്മാണത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ ഫ്ലൈറ്റുകളുടെ നിർമ്മാണം, ആയുധ നിർമ്മാണം, ഫൈറ്റർ ജെറ്റുകളുടെ പല നിർമ്മാണങ്ങളിലേക്കും കടക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ കടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്തരം നിർമ്മാണങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ധാതുമണലുകൾ കേരളത്തിൻ്റെ തീരത്ത് വളരെ അധികമുണ്ട് എന്നുള്ളതും അത് കരിമണ്ണിലൊക്കെ തന്നെ ഖനനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് എന്നുള്ളതുമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പം ഇത്തരത്തിൽ ഇതിൽ തെറ്റെന്താണ് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ബിസിനസ്സുകളിൽ കൂടെ വരുന്നതിനോ കേരളം വികസിക്കുന്നതിനോ അതുവഴി തൊഴിലവസരങ്ങൾ രൂപപ്പെടുന്നതിനോ ഒന്നും നമ്മളെതിരല്ല. പക്ഷെ അവർക്ക് അൺഡ്യൂ ആയിട്ടുള്ള ഫേവറുകൾ ഉണ്ടാകാവുന്ന ഒരു ഗവൺമെൻറ് ആണോ ഇത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത്. 2015 അദാനിയുമായി ഇതുപോലൊരു കരാറുണ്ടാക്കുമ്പോൾ 330ഓളം വരുന്ന ഏക്കർ സ്ഥലം അവർക്ക് കൈമാറുകയും അതിന് വേണമെങ്കിൽ ബാങ്കിൽ പണയം വെച്ചുകൊണ്ട് ലോൺ എടുക്കാനുള്ള അവകാശം വരെ കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ലോൺ എടുത്തുകൊണ്ട് അവകാശം വരെ കൊടുക്കുമ്പോൾ എന്താണ്, അതുകൊണ്ട് ലോൺ എടുക്കുക, 2,500 കോടി രൂപ ലോൺ എടുക്കുക, അതിവിടെ എന്ത് ചെയ്യുക, നിക്ഷേപിക്കുക, അതിനുശേഷം അതിൻ്റെ തന്നെ ഷെയർ വിറ്റിട്ട് 13,500 കോടി രൂപ കൂടി വീണ്ടും കിട്ടുക. സോ എല്ലാ ലാഭം 5 പൈസ കയ്യിൽ നിന്ന് പണം മുടക്കാതെ ഒരു ബിസിനസ് നടത്താവുന്ന സാധ്യതകളിലേക്ക് അത് വിരൽ ചൂണ്ടുന്നു. കൂടാതെ ഇതുവഴി നമ്മുടെ ഇവിടെ നിന്നുള്ള ധാതുമണലും അതുപോലെ തന്നെ ബാക്കിയുള്ള വിഭവങ്ങളുമൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ള ഒരു റെഗുലേറ്ററായി പ്രവർത്തിക്കേണ്ട ഗവൺമെൻറ് അതിന് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾക്ക് തോന്നിയ പോലെ ഞങ്ങൾക്ക് വളരെ സന്തോഷം, ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്ന ഒരു ലെവലിലേക്കാണോ കേരളം മാറുന്നത് എന്ന് സംശയിക്കേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണിത്. ഇതിൻ്റെ അർത്ഥം ഇത് വേണ്ട എന്ന് വെക്കണമെന്നോ നാളെ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ കേരളത്തിലേക്ക് വരരുതെന്നല്ല. യഥാർത്ഥത്തിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ പല വലിയ ലാഭത്തിൻ്റെ താല്പര്യവും മൂലധന ശക്തികളുമൊക്കെ കേരളത്തിലേക്ക് വരും. വരുന്നതിന് തെറ്റില്ല. പക്ഷെ അവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന, അവരെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന, അവരെ നിലക്ക് നിർത്താൻ കഴിയുന്ന ഒരു ഗവൺമെൻറ് മെഷീനറി നമുക്ക് വേണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ ആഗ്രഹം എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ പ്രത്യേകിച്ചും വി.ഡി. സതീശൻ ഗവൺമെൻറ് അധികാരത്തിലേക്ക് എത്തുമ്പോൾ ആ അധികാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള 5 കൊല്ലങ്ങളിൽ മീഡിയകളുടെ ഒരു അപനിർമ്മിതി പലപ്പോഴും നടന്നുകൊണ്ടിരുന്നതിനെക്കുറിച്ച് സംശയകരമായി കാണുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതാണെന്നും ആ വരുന്നതിൻ്റെ പിന്നിൽ വലിയ വെസ്റ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഒരു സെഗ്മെൻറ്റിലേക്ക് ഞങ്ങൾ ആദ്യമായി കിടക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ പ്രൊജക്റ്റ് കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളത് കൂടി കൂട്ടിച്ചേർത്ത് വേണം ഇതിനെ കാണാൻ. ഇതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ദിവ്യ എസ് അയ്യറൊക്കെ അദാനിക്ക് 16 തവണ നോട്ടീസ് അയക്കുകയും ആ 16 തവണ നോട്ടീസ് അയച്ചുകൊണ്ട് 15 കോടി രൂപ നിങ്ങൾ ഫൈൻ അടക്കണമെന്ന് പറയുകയും ചെയ്തു. അത് എന്തിനു വേണ്ടിയാണെന്ന് കൂടി പ്രിയപ്പെട്ടവർ അറിയണം. അത് പറഞ്ഞത് ചില മിസ്മാനേജ്മെൻറ്റുകൾ ഫിനാൻഷ്യലി പോലും ചെയ്തുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ സാമ്പത്തിക അവലോകന റിപ്പോർട്ടുകൾ കൊടുത്തിട്ടില്ല. വരുന്ന കപ്പലുകളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന നൂറുകണക്കിന് ഡോളറിൻ്റെ റെൻറ്റ് അവർ ഓരോ സമയവും ചെലവഴിക്കുന്നതിന് റെൻ്റ് അടക്കണം, അത് ഈടാക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. അതിൽ ഗവൺമെൻറ് അറിയാതെ ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ടിൻ്റെ പണം വരുന്നതിൽ നിന്ന് അവർ മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്ന ആരോപണങ്ങളുണ്ട്. ഇത്തരം ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് യഥാർത്ഥത്തിൽ ടാറ്റയുടെ 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി വരുന്നത്. അതുകൊണ്ട് അത് വരട്ടെ, പക്ഷെ അത് വരുന്നത് സുതാര്യമായിരിക്കണം. ആ സുതാര്യമായിരിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയമാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പ്രകടിപ്പിക്കാനുള്ളത്.
നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു പുതിയ ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടാവും പ്രേക്ഷകർ. കാണാത്തവർക്ക് വേണ്ടി മാത്രം ഇത് കേട്ടാൽ മതി. അത് BCC വിത്ത് രതീഷ് ചക്രപാണി എന്ന് പറയുന്ന ഒരു ചാനലാണ്. ജനകീയ പൊതുബോധത്തിനും അപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെ വളരെ വിശദമായി ഞാൻ ആഴ്ചകൾക്കും മാസങ്ങൾക്കും മുമ്പ് തന്നെ കൃത്യമായി ആ ചാനലിലെ പോഡ്കാസ്റ്റുകളിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ആദ്യത്തെ പോഡ്കാസ്റ്റിൽ ഞാൻ കൃത്യമായി 1 മണിക്കൂർ 44 മിനിറ്റുള്ള പോഡ്കാസ്റ്റിൽ 2021 മുതൽ 26 വരെയുള്ള കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് കേരളത്തിൽ മാധ്യമ രാഷ്ട്രീയ ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ട് പിണറായി വിജയൻ്റെ ഇമേജ് ഇടിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പോഡ്കാസ്റ്റിൽ കേരളത്തിൽ ഇതുവരെ ആരും പറയാൻ ധൈര്യപ്പെടാത്ത ഒരു കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ കഥ എങ്ങനെയാണ് VD സതീശൻ മുഖ്യമന്ത്രിയായത്, അതിൻ്റെ പിന്നിൽ കോടികൾ മുടക്കിയത് ആരാണ്, എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് അദ്ദേഹത്തിന് വാശി പിടിച്ചത് എന്നുള്ളതിൻ്റെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ പോഡ്കാസ്റ്റുകൾ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പോഡ്കാസ്റ്റുകൾ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടും കൂടി ആവശ്യമുണ്ട്. ഈ ചാനൽ നടത്തിക്കൊണ്ടു പോകാനല്ല, അത് പോഡ്കാസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി കൂടിയാണ്. പക്ഷേ ഈ ചാനലിൽ അതിനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്, നിങ്ങൾക്ക് നമ്മുടെ മെമ്പർഷിപ്പുകൾ എടുക്കാം. ആ മെമ്പർഷിപ്പുകൾ എടുക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവർക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ബെനിഫിറ്റുകൾ കിട്ടണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് വീഡിയോകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം അത് ചെയ്താൽ മതി. അവർ മാത്രം ചെയ്താൽ മതി. ഇനി രണ്ടാമത്തേത്, അത് അങ്ങനെയല്ല, നമ്മൾ നേരിട്ട് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്നും ചെയ്യാൻ കഴിയാത്തവർ വിഷമിക്കേണ്ട. നമ്മുടെ ചാനലുകളിൽ വരുന്ന വീഡിയോകളും അതുപോലെ കാണുകയും അതിനോട് നിങ്ങളുടെ വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ പുതിയ ചാനലിൻ്റെ പേര് മറക്കണ്ട, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്.